ഹേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നോക്കുകയാണെങ്കിൽ സ്കിൻ കെയർ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ. അതായത് എപ്പോഴും നമ്മുടെ സ്കിൻ നല്ല യൂത്ത്ഫുൾ ആയിട്ട് മോയ്സ്ചറൈസ്ഡ് ആയിട്ട് നല്ല രീതിക്ക് തന്നെ ആൻറ്റി ഏജിനിങ് ആയിട്ട് റിങ്കിൾസും ഫൈൻ ലൈൻസും ബ്ലെമിഷേഴ്സും ഒന്നും ഇല്ലാണ്ട് നല്ല രീതിക്ക് ബ്രൈറ്റൻ ആയിരിക്കുക എന്നൊക്കെ നമ്മുടെ എല്ലാവരുടെയും ആഗ്രഹമാണ്. അപ്പോൾ അങ്ങനെ ആഗ്രഹിക്കുമ്പോൾ നമ്മൾ വെറുതെ ഇങ്ങനെ ആഗ്രഹിച്ചിട്ട് കാര്യമുണ്ടോ? അപ്പോൾ ഫസ്റ്റ് നമ്മൾ അതിൽ ചേഞ്ചസ് വരുത്തേണ്ടത് നമ്മുടെ സ്കിൻ കെയർ റുട്ടീനിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്തണം. അപ്പോൾ അങ്ങനെ നമ്മളൊരു മാറ്റം വരുത്താൻ വേണ്ടിയിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന, അതായത് നമ്മൾ മാറ്റം വരുത്തേണ്ട ഒരു സ്റ്റെപ്പാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ നൈറ്റ് ക്രീം നമ്മൾ യൂസ് ചെയ്യുക. അപ്പോൾ ഈ ഒരു നൈറ്റ് ക്രീം യൂസ് ചെയ്യുമ്പം ജസ്റ്റ് ഏതെങ്കിലും കണ്ട നൈറ്റ് ക്രീം യൂസ് ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ നമുക്ക് ഫൈൻ ലൈൻസും റിങ്കിൾസും ബ്രൈറ്റനിങ്ങും ആൻറ്റി ഏജിനിങ് ഒക്കെ ആയിട്ട് കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു നൈറ്റ് ക്രീമാണ്. അപ്പോൾ ഈ ഒരു നൈറ്റ് ക്രീമിൻ്റെ പേര് കോൺഷ്യസ് കെമിസ്റ്റിൻ്റെ ദ ഡിഫൻഡർ എന്ന് പറഞ്ഞ ഒരു നൈറ്റ് ക്രീമാണ് കേട്ടോ. അപ്പോൾ നൈറ്റ് ക്രീം എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഇത് നമ്മൾ നൈറ്റ് ടൈമിൽ മാത്രം യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇതിൽ മെയിനായിട്ട് വരുന്ന ഇൻഗ്രീഡിയൻറ്റ് എന്താണെന്ന് നോക്കുകയാണെങ്കിൽ റെറ്റിനോൾ ആണ്. അപ്പോൾ റെറ്റിനോൾ എന്ന് പറയുന്ന കാര്യം നമ്മൾ കുറേ അധികം, അതായത് ഇമ്പോർട്ടൻസ് കൊടുത്ത് നല്ല രീതിക്ക് പ്രാധാന്യത്തോടു കൂടി യൂസ് ചെയ്യേണ്ടതാണ്. റെറ്റിനോൾ പ്രൊഡക്റ്റ് ഒരിക്കലും നമ്മൾ ഓവറായിട്ട് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല. നമ്മൾ എമൗണ്ട് എടുക്കുമ്പം ആ ഒരു സൈസ് എമൗണ്ട് ഓഫ് പ്രൊഡക്റ്റ് മാത്രം എടുക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കുക. കുറച്ച് എമൗണ്ട്, അതായത് ഓവറായിട്ട് നമ്മൾ മോയ്സ്ചറൈസേഴ്സ് ഒക്കെ അപ്ലൈ ചെയ്യുന്ന രീതിക്ക് പോലും അപ്ലൈ ചെയ്യാൻ പാടില്ല. നീഡഡ് ക്വാണ്ടിറ്റി മാത്രം എപ്പോഴും എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ ഇതിൽ വന്നിട്ടുള്ളത് പെപ്റ്റൈഡ് റെറ്റിനോൾ നൈറ്റ് ക്രീം എന്നുള്ള കാര്യങ്ങൾ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്കിൻ നല്ല രീതിക്ക് ബ്രൈറ്റൻ ചെയ്യാനൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ റിങ്കിൾസ്, ഫൈൻ ലൈൻസ്, ആൻറ്റി ഏജിനിങ് ആയിട്ട് കീപ്പ് ചെയ്യും. അതായത് ഏർലി ഏജിങ് സൈൻസ് ഒക്കെ, പ്രീമച്വർ ഏജിങ് ഒക്കെ നമുക്ക് ഇല്ലാണ്ടാക്കാനും എപ്പോഴും നമ്മുടെ സ്കിന്ന് നല്ല യൂത്ത്ഫുൾ ആക്കി വെക്കാൻ വേണ്ടി, എസ്പെഷ്യലി ഒരു 30 ഒക്കെ ആകുമ്പോൾ തൊട്ട് അല്ലെങ്കിൽ ഒരു 25 ഒക്കെ കഴിയുമ്പോൾ തൊട്ട് നമ്മൾ റെറ്റിനോൾ എടുത്ത് തുടങ്ങണം. നാച്ചുറലി എന്താ പറയുക, നമ്മുടെ ബോഡിയിൽ നമുക്ക് പ്രായം കൂടിക്കൂടി വരുന്നതിനനുസരിച്ചിട്ട് കൊളാജൻ നഷ്ടപ്പെടും. കൊളാജൻ നഷ്ടപ്പെടുമ്പോഴാണ് നമുക്ക് കോളേജിൻ്റെ ആ ഒരു പ്രോപ്പർ വേയിൽ ഇല്ലാത്ത കാരണം കൊണ്ടിട്ടാണ് ചുളിവുകളും സാനിങ്ങും ഫൈൻ ലൈൻസും വിങ്കിൾസും പ്രീമച്വർ ഏജിങ് ഒക്കെ നമ്മുടെ സ്കിന്നിൽ കണ്ടുവരുന്നത്. അപ്പോൾ അതിന് നമുക്ക് നാച്ചുറലി നഷ്ടപ്പെടുന്ന കാര്യത്തിന് എന്തെങ്കിലും നമ്മളൊരു ഇൻപുട്ട് കൊടുത്താലല്ലേ നമുക്ക് ഫൈൻ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് കിട്ടുള്ളൂ. അങ്ങനെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ഇൻപുട്ട് ക്രീമാണ് നമ്മുടെ ഈ ഒരു റെറ്റിനോൾ നൈറ്റ് ക്രീം. അപ്പോൾ ഈ ഒരു ക്രീം നമ്മൾ ഡെയിലി യൂസ് ചെയ്യാന്ന് വെച്ചാൽ എങ്ങനെയാണ് ഇതിൻ്റെ യൂസേജും കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ റെറ്റിനോൾ നമ്മൾ എപ്പോഴും ആദ്യമേ തന്നെ നമ്മുടെ സ്കിന്നിൽ ഓവറായിട്ട് അപ്ലൈ ചെയ്യാൻ പാടില്ല. അതായത് ഡെയിലി റുട്ടീനിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ട ഒരു ക്രീമാണ്. പക്ഷേ എന്ന് വെച്ചുകൊണ്ട് നമ്മൾ കിട്ടിയ പാടെ ഡെയിലി അപ്ലൈ ചെയ്താൽ നമ്മുടെ സ്കിന്നിനത് ഏറ്റോണണം എന്നില്ല. അതായത് ഭയങ്കരമായിട്ട് കുറേ പ്രോബ്ലംസ് വരും. അതായത് ഫസ്റ്റ് ഓഫ് ഓൾ റെറ്റിനോൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ആദ്യത്തെ ആഴ്ചയിൽ ഒരു പ്രാവശ്യം നിങ്ങൾ യൂസ് ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ സ്കിന്നിന് പ്രശ്നമില്ലെങ്കിൽ അടുത്ത ആഴ്ച നമ്മൾ 2, 3 അങ്ങനെ ഗ്രാജുവലി നമ്മൾ കൂട്ടി വരാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. ഒറ്റയടിക്ക് നമ്മൾ എല്ലാ ദിവസവും മേ ബി അപ്ലൈ ചെയ്താൽ നമ്മുടെ സ്കിന്നിന് അത് പറ്റിക്കൊള്ളണം എന്നില്ല. അതായത് ഇതൊരു പുതിയ പ്രൊഡക്റ്റ് അല്ലേ, നമ്മുടെ സ്കിന്നുമായിട്ട് സൂട്ടബിൾ ആകാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ടൈം കൊടുക്കണം. അതോടൊപ്പം തന്നെ റെറ്റിനോൾ ക്രീം യൂസ് ചെയ്യുമ്പം ഞാൻ പറഞ്ഞു കുറച്ച് എമൗണ്ട് ഓഫ് പ്രൊഡക്റ്റ് മാത്രം യൂസ് ചെയ്യുക. പിന്നെ നമ്മൾ മസ്റ്റായിട്ടും നൈറ്റ് ടൈമിൽ റെറ്റിനോൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഡേ ടൈമിൽ നല്ലൊരു സൺസ്ക്രീൻ നിങ്ങൾ യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ റെറ്റിനോളിൻ്റെ കൂടെ നമ്മൾ വൈറ്റമിൻ സി കമ്പൈൻ ചെയ്ത് യൂസ് ചെയ്യരുത്. അപ്പോൾ ഈ ഒരു ക്രീമിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഏജിങ് സൈൻസ് ഒക്കെ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇതിൽ മെയിനായിട്ട് വന്നിട്ടുള്ളത് റെറ്റിനോൾ ക്രീം ആയതുകൊണ്ട് തന്നെ എൻക്യാപ്സുലേറ്റഡ് റെറ്റിനോൾ, പിന്നെ മൾട്ടി പെപ്റ്റൈഡ് പ്രീബയോട്ടിക് കോംപ്ലക്സ് ആൻഡ് മൊറുല ഓയിലാണ് കേട്ടോ, തെറ്റിപ്പോയി. അപ്പോൾ ഇത് ആർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റും എന്ന് നോക്കുകയാണെങ്കിൽ എല്ലാ സ്കിൻ ടൈപ്പുകാർക്കും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ സ്കിൻ നല്ല രീതിക്ക് ഒന്ന് സ്മൂത്തർ ആക്കാനോ ഒരു ഫേം ടെക്സ്ചറിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യും. പിന്നെ പ്രോട്ടീൻ പാക്ഡ് മോയ്സ്ചറൈസർ എന്നാണ് പറയുന്നത്. ഇത് കോമ്പിനേഷൻ ഓഫ് പെപ്റ്റൈഡ് കോംപ്ലക്സ്, പിന്നെ വന്നിട്ടുള്ളത് സപ്പോർട്ടീവ് ആയിട്ടുള്ള അമിനോ ആസിഡ്സിൻ്റെ, അതായത് എൻക്യാപ്സുലേറ്റഡ് റെറ്റിനോൾസ് ഉണ്ട്. സോ അതിൻ്റെ ഹെൽപ്പ് കൊണ്ടിട്ടാണ് നമ്മുടെ സ്കിന്നിൻ്റെ ടെക്സ്ചർ നല്ല രീതിക്ക് ഇമ്പ്രൂവ് ആവുന്നത്. ആൻഡ് പിന്നെ ഈവൻ ടോണിലേക്ക് ചേഞ്ച് ചെയ്യും. അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു ക്രീം യൂസ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. അതായത് റെറ്റിനോൾ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുകയാണെങ്കിൽ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത് ശരിക്കും ഒരു മാജിക്കൽ ആയിട്ടുള്ള ഒരു മിറക്കിൾ ഗ്ലോ ആയിരിക്കും നമ്മുടെ സ്കിന്നിൽ നമുക്ക് അറിയാൻ പറ്റുക. ഫസ്റ്റ് സ്റ്റേജിൽ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല, ബ്രൈറ്റ്നസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും. അത് കഴിയുമ്പോൾ ഒരു റെറ്റിനോളിൻ്റെ സ്റ്റേജ് എന്ന് വെച്ചാൽ ചെറിയ ആക്നീസ്, അതായത് നിങ്ങൾക്ക് കാണാൻ പറ്റും. എൻ്റെ സ്കിന്നിൽ നേരത്തെ വീഡിയോസൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കറിയാം നല്ല രീതിക്ക് ഇങ്ങനെ പുരുക്കൾ വന്ന് നിറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് യൂസ് ചെയ്ത് ഓൾമോസ്റ്റ് ഒരു മന്തിന് മേലെ ആയപ്പോൾ എനിക്ക് ഒരു ബ്രൈറ്റ്നസ്, സ്കിന്നിൻ്റെ ടെക്സ്ചർ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട്.
പിന്നെ ഈ ഒരു ആക്നീസ് ഉണ്ട്, അത് ഈ ഒരു ഫസ്റ്റ് സ്റ്റേജ് ആകുമ്പോൾ നമുക്ക് കുറേയൊക്കെ കുറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇതേപോലെ സ്കാസ് ഒക്കെ വരും, അപ്പോൾ അതൊക്കെ റെഡ്യൂസ് ചെയ്യും. പിന്നെ ചെറിയ തരത്തിലുള്ള റെഡ്നെസ്, ഇറിറ്റേഷൻസ് ഒക്കെ നമ്മുടെ സ്കിന്നിൽ ഒക്കെ ചെയ്യും. പിന്നെ ആഫ്റ്റർ ദാറ്റ് നമുക്ക് അടുത്തായിട്ട് നല്ലൊരു രീതിക്ക് നമ്മുടെ സ്കിന്ന് നന്നായിട്ട് ടെക്സ്ചർ ചേഞ്ച് ചെയ്യുന്ന അറിയാൻ പറ്റും. അപ്പോൾ കുറേ അധികം സ്റ്റേജസിലൂടെയാണ് റെറ്റിനോൾ ഫസ്റ്റ് യൂസ് ചെയ്യുമ്പോൾ തന്നെയല്ല റിസൾട്ട് കിട്ടുന്നത്. കുറച്ചധികം നമ്മുടെ സ്കിന്നുമായിട്ടൊന്ന് സ്യൂട്ടബിൾ ആവണം. അതോടൊപ്പം തന്നെ കുറേ അധികം എന്താ പറയുക കടമ്പകളുണ്ട് റെറ്റിനോൾ യൂസ് ചെയ്യുമ്പോൾ ആ ഒരു ഫൈനൽ ഗ്ലോ കിട്ടാൻ വേണ്ടിയിട്ട്. സ്കിന്നിൻ്റെ സെൽസ് റിന്യൂ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം തന്നെ ഇതിൻ്റെ പ്രൈസ് 649 രൂപയാണ്. നമുക്ക് ആമസോണിലും ഫ്ലിപ്കാർട്ടിലും മിന്ത്രയിലൊക്കെ അവൈലബിൾ ആണ്. നൈക്കിലൊക്കെ കിട്ടും. അത്യാവശ്യം നല്ല രീതിക്ക് ഓഫേഴ്സൊക്കെ ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാൻ ഈ പ്രൊഡക്റ്റിൽ ടാഗ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊരു ഫ്രാഗ്രൻസ് ഫ്രീ ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ സെൻസിറ്റീവ് സ്കിന്നുകാർ കുറച്ചൊന്ന് നിങ്ങൾ കെയർഫുള്ളായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതായത് സെൻസിറ്റീവ് ആയിട്ടുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് റിയാക്ഷൻസ് ഒക്കെ അവരുടെ സ്കിന്നിൽ ഒരു പ്രൊഡക്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ മറ്റുള്ള സ്കിൻ വൈസ് നമ്മൾ കമ്പാരിസൺ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതലായിരിക്കും. അതുകൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ജസ്റ്റ് ഒന്ന് പാച്ച് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ശ്രദ്ധിക്കുക കേട്ടോ. അതോടൊപ്പം തന്നെ കോഷൻ വൈസ് നോക്കുകയാണെങ്കിൽ ഐ കോണ്ടാക്റ്റും പിന്നെ പാച്ച് ടെസ്റ്റ് റെക്കമെൻഡേഷനും എക്സ്റ്റേണൽ യൂസ് ഉള്ളുന്ന കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ നോർമൽ ആൻഡ് ഡ്രൈ ആയിട്ടുള്ള പ്ലേസിൽ നമുക്ക് സ്റ്റോർ ചെയ്യാമെന്നുള്ള കാര്യങ്ങൾ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ടിട്ട് ഞാൻ മനസ്സിലാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇൻഗ്രീഡിയൻസ് വൈസ് ഒക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നമ്മുടെ സ്കിൻ റിപ്പയർ ചെയ്യാനും നാച്ചുറൽ ആയിട്ടുള്ളൊരു റേഡിയൻസ് ഒക്കെ തരാൻ കാരണം ഇതിൽ പ്രീബയോട്ടിക് കോംപ്ലക്സ് ഇൻക്ലൂഡ് ആണല്ലോ, അതിൻ്റെയൊക്കെ ഹെൽപ്പ് കൊണ്ടിട്ടാണ് കേട്ടോ. കോളേജിൻ്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഇൻ കേസ് എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടെങ്കിൽ നല്ല രീതിക്ക് റിക്കവർ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പിന്നെ ഉള്ള പ്രോബ്ലംസ് റെഡ്യൂസ് ചെയ്യാനും നല്ലൊരു നാച്ചുറൽ ആയിട്ടുള്ള യങ് ആയിട്ടുള്ള യൂത്ത് ആയിട്ടുള്ള ഒരു യങ് ലുക്കിംഗ് അല്ലെങ്കിൽ യൂത്ത്ഫുൾ ആയിട്ടുള്ള ഒരു സ്കിന്ന് പ്രൊവൈഡ് ചെയ്യുക തന്നെ ചെയ്യും നമ്മുടെ സ്കിന്നിൽ ഈ ഒരു ക്രീം അപ്ലൈ ചെയ്യുമ്പം. അപ്പോൾ ഇതെല്ലാ സ്കിന്നുകാർക്കും യൂസ് ചെയ്യാൻ പറ്റും. ഒരു കാരണവശാലും 18-17 വയസ്സുള്ള കുട്ടികൾ യൂസ് ചെയ്യണമെന്ന് ഞാൻ പറയല കേട്ടോ. ഒരു 25-ന് ശേഷം നിങ്ങൾ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. 30-ക്ക് ശേഷം യൂസ് ചെയ്യാൻ, 30 ആ ഒരു ഏജൊക്കെ ആകുമ്പോഴാണ് യൂസ് ചെയ്യാൻ ഇവർ പൊതുവേ പറയാറ് റെറ്റിനോൾ ക്രീമിനെ കുറിച്ചിട്ട്. പക്ഷേ നിങ്ങളൊരു എന്താ പറയുക ഒരു 25 ആ ഒരു റേഞ്ചൊക്കെ കഴിഞ്ഞാൽ തന്നെ ആ ഒരു റേഞ്ചിൽ തന്നെ നിങ്ങൾ യൂസ് ചെയ്ത് നോക്കിക്കോളൂ. നല്ല രീതിക്ക് ബെനിഫിറ്റ് കിട്ടുന്ന ഒരു ക്രീമാണ്. ഇത് യൂസ് ചെയ്തിട്ട് എനിക്ക് ഹോണസ്റ്റ്ലി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എൻ്റെ ഇപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് മറക്കാണ്ട് യൂസ് ചെയ്യുന്ന ഒരു ക്രീമാണ്. പിന്നെ നൈറ്റ് ക്രീം നമ്മളെപ്പോഴും യൂസ് ചെയ്യുമ്പോൾ ഒരു 10 മണിക്ക് ആ ഒരു ടൈമിലെങ്കിലും നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. പിന്നെ നമ്മൾ കിടക്കുന്നതിന് ജസ്റ്റ് ബിഫോർ ചെയ്യാണ്ട് 1 or 2 hours മുന്നേ എങ്കിലും നമ്മൾ ഈ ഒരു പ്രൊഡക്റ്റ് നല്ല രീതിക്ക് നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടി കൂടെ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതൊക്കെയുള്ളൂ നമ്മുടെ കോൺഷ്യസ് കെമിസ്റ്റിൻ്റെ ഈ ഒരു എന്താ പറയുക റെറ്റിനോൾ ബേസ് ആയിട്ടുള്ള മോയ്സ്ചറൈസർ അല്ലെങ്കിൽ നൈറ്റ് ക്രീം എന്നൊക്കെ പറയുന്ന ഈ ഒരു ക്രീമിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് യൂസ്ഫുൾ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 1 മാസം യൂസ് ചെയ്തപ്പോൾ തന്നെ കണ്ടിന്യൂസ്ലി യൂസ് ചെയ്തപ്പോൾ തന്നെ നല്ല രീതിക്ക് എൻ്റെ സ്കിന്നിൽ എനിക്ക് ഭയങ്കരമായിട്ട് റിസൾട്ട് ആയിട്ടുണ്ട് കേട്ടോ. ഓൾറെഡി ഈ ഒരു പ്രൊഡക്റ്റ് കിട്ടിയപ്പോൾ ഞാൻ കുറച്ച്, അതായത് ആ ഒരു ടൈമിൽ ഞാൻ കുറച്ച് നാളത്തേക്ക് മേ ബി നമുക്കൊരു 1 week ഒക്കെ കഴിയുമ്പോൾ തന്നെ നല്ല രീതിക്ക് റിസൾട്ട് അറിയാൻ പറ്റും. ആ ഒരു ബേസിലാണ് ഞാൻ പ്രീവിയസ് വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇത് ഞാൻ കറക്റ്റ് പ്രോപ്പർ വേയിൽ ഒരു ദിവസം പോലും സ്കിപ്പ് ചെയ്യാണ്ട് എന്തൊക്കെ ചേഞ്ചസ് ആണോ എൻ്റെ സ്കിന്നിൽ വരുന്നത് നോട്ടീസ് ചെയ്തിട്ട് എടുക്കുന്ന റിവ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി, ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുമായിരിക്കും. ബൈ, ടാറ്റാ.